എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഊണിന് സ്പെഷ്യൽ എന്ന് പറയുന്നത് മുരിങ്ങക്കായും പരിപ്പും പിന്നെ ചെമ്മീൻ ചമ്മന്തിയും പിന്നെ മീൻ വറുത്തതാണ്. അപ്പോൾ നമുക്ക് ഊണ് റെഡിയാക്കിയത് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോണത് പരിപ്പും മുരിങ്ങക്കായും കറിയാണ്. അത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. നമ്മൾ പരിപ്പ് ഇന്നലെ തന്നെ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ മുരിങ്ങക്കായ പിന്നെ ഒരു തക്കാളി ഒരു സവാള ഒരു 3-4 പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വേവിക്കാൻ വെക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ലാസ്റ്റ് ഒന്ന് അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് തേങ്ങ കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ഉള്ളി പിന്നെ നല്ല ജീരകം അത് നല്ല പോലെ അരച്ചിട്ട് കറി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി ഒരു 5-10 മിനിറ്റും കൂടി നമുക്ക് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡിയാണ്. ലാസ്റ്റ് ഒന്ന് താളിച്ച് കൊടുക്കണം. അതിനായിട്ട് കുറച്ച് ചെറിയുള്ളി പിന്നെ കുറച്ച് മുളക് കുറച്ച് വേപ്പില കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് താളിച്ച് കൊടുക്കാം. അപ്പോൾ കറി റെഡിയായി. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് ഈ കറിയുടെ റെസിപ്പി. പിന്നെ അടുത്തതായിട്ട് നമുക്ക് മീൻ വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് അയിലയാണ് എടുത്തിട്ടുള്ളത്. അയില ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മീനിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ. എന്നിട്ട് ആ മീൻ അതിലോട്ട് വെച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ അയിലയും ഇതും ഒരുമിച്ച് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് നല്ല മൊരിയിപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ ഉള്ളിലും നല്ല പോലെ വെന്ത് കിട്ടും. പിന്നെ അയിലയുടെ കൂടെ കുറച്ച് പലിഞ്ഞീനുണ്ടായിരുന്നു. അതും അതിൻ്റെ ആ സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം. ചോറിൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടിക്കുഴച്ച് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മീനിൻ്റെ പേര് അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഇതിന് പല സ്ഥലത്തും പല പേരാണ്. ഇവിടെ തന്നെ 2-3 പേര് പറയും. അപ്പോൾ നമ്മുടെ മീൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ചെമ്മീൻ ചമ്മന്തി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ചട്ടി വെച്ചിട്ട് ചെമ്മീൻ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന ചെമ്മീനാണ്. ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഒരു 3-4 ഉള്ളിയും അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചെമ്മീൻ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഗ്രൈൻഡറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ചെമ്മീൻ ചമ്മന്തി റെഡിയായി കിട്ടും. അതിന് ശേഷം കുറച്ച് ഉപ്പും പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണയും ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പം ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമുക്ക് ഊണ് കഴിക്കാൻ തുടങ്ങാം. പരിപ്പ് കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പരിപ്പും മുരിങ്ങക്കായും നല്ല അടിപൊളിയല്ലേ കഴിക്കാനായിട്ട്. അപ്പോൾ ചോറ് വിളമ്പിയിട്ടുണ്ട്. നമുക്കതിൽ നല്ല ചൂട്ടോടെ തന്നെ കറി ഒഴിച്ച് കൊടുക്കാം. എന്താ പറയുക, പാലക്കാടൻ മട്ടയുടെ റൈസാണ് കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളി റൈസാണ്. അപ്പോൾ പരിപ്പും ചമ്മന്തിയും പിന്നെ മീൻ വറുത്തതും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ പോണ്. ആദ്യം തന്നെ ആ പരിപ്പും ചോറും കൂടി നല്ലപോലെ കൂട്ടിക്കുഴച്ചിട്ട് കുറച്ച് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. സവാളയും ക്യാരറ്റും കൂടിയിട്ട് അതും കുറച്ചെടുത്ത് പിന്നെ ആ മുരിഞ്ഞ മീനിൽ നിന്ന് ചെറിയൊരു പീസ് എടുത്ത് ആ ചോറിലോട്ട് വെച്ചിട്ട് എല്ലാം കൂട്ടിക്കുഴച്ച് ഒരു ചെറിയൊരു പിടി കഴിച്ച് നോക്കാം. അപ്പോൾ സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്.